വണ്ടി ഇടിച്ചിരിക്കുന്നു ഗൈസ് അവിടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാണ് ശശിയുള്ളത്? നമ്മളിപ്പോൾ ക്യൂൻസ് വാക്ക് വേയിൽ. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് ക്യൂൻസ് വാക്ക് വേ എറണാകുളം കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മറൈൻ ഡ്രൈവ് പോവും, വേറെ കൊച്ചിയൊക്കെ പോവും, അങ്ങനെ പല സ്ഥലത്തേക്കും പോകും. അപ്പം ഇപ്പം നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നല്ലേ ഇവിടെ. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നതാണെന്ന് അറിയത്തില്ല, തല്ലി കിട്ടിയില്ലെങ്കിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വിശേഷങ്ങളും പിന്നെ ടോട്ടലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങാം. നടന്ന് എവിടെ വന്നു? നമ്മളിപ്പോൾ ക്യൂൻസ് വാക്ക് വേ. ക്യൂൻസ് വാക്ക് വേയിലൂടെ അല്ലേ നമ്മൾ നടന്നിപ്പോൾ ഒരു നദിയുടെ തീരത്ത്. ഇത് നദിയുടെ ഇത് കായലല്ലേ വെച്ചു? ആണോ? ആയിരിക്കും കായലായിരിക്കും അല്ലേ? ആയിരിക്കും. മറൈൻ ഡ്രൈവിൻ്റെ കാണാൻ വരുന്ന അതേപോലത്തെ സാധനം കായലായിരിക്കില്ല. എല്ലാവരും കൺകുളൊക്കെ കാണുക. ആൾക്കാർ ഓൾറെഡി കണ്ട സാധനം അടി കമൻറ്റ് കിട്ടും. വളരെ പണ്ട് വിളായിപ്പോൾ. അപ്പം ഞങ്ങൾ ഇതിലൂടെ കുറേ ദൂരം നടന്നപ്പോൾ ശശിക്ക് എന്ത് തോന്നി? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കണ്ണൂർ ഇങ്ങനെ ഒരു സാധനം വന്നാൽ കൊള്ളാം. ഏതോ വണ്ടി ഇടിച്ചിരിക്കുന്നു ഗൈസ് അവിടെ. എന്തോ പറ്റി അവിടെ? സംതിങ് ഹാപ്പൻഡ്. എന്തോ പറ്റി കേട്ടോ. ആർക്കും എന്തോ പറ്റി നോക്കട്ടെ. വണ്ടിയുടെ ടയർ ജാമായി ഗൈസ്. വണ്ടിയുടെ ആക്സിൽ ഓടിക്കുന്നു. ശശി ഇരിക്കുന്നടാ. എന്താണ് സംഭവിച്ചത് ശരിക്കും? സംഭവിച്ചൊന്നുമില്ല, ചെറുതായിട്ടൊരു വണ്ടി റോങ് കയറിയപ്പോൾ ഒന്ന് പുള്ളി വെട്ടിച്ചതാ. ആക്സിൽ ഓടിഞ്ഞു പോയി. അത് വെട്ടിച്ചപ്പോൾ ഇതായിപ്പോയി, ആക്സിൽ ഓടിഞ്ഞു പോയി. ഈ റിക്കവറി കൊണ്ട് വരാതെ അത് എടുക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വച്ചാൻ പറ്റാ തമ്മിലിൻ്റെ കാര്യം എന്നാടാ മനസ്സിൻ്റെ അവിടെ സൗണ്ട് കേട്ടത് വീഡിയോ എടുക്കാൻ കാണിച്ച മനസ്സ്. എന്നെ കണ്ടോണ്ടിരിക്കുന്നത് തിരിച്ചിട്ട് ശശിക്ക് എന്നാ പറയാനുള്ളത്? എന്നാ പറയണ്ടേ? അല്ല, ആക്സിഡന്റിനെ പറ്റി നെറ്റ്വർക്ക് പറയായിരുന്നു നിനക്ക്. അല്ല, അത്ര ആൾക്കാർ കൂടി നിൽക്കുമ്പോഴേ ആ തൊലിക്കട്ടി അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് എടുക്കാനുള്ള മനസ്സ്. അതിന്റെ ഇടയ്ക്കൂടെ തമ്മിലിൽ ഇത് പറയുന്നത് നീ എടുത്തപ്പോ പിന്നെ എന്തായാലും ആയല്ലോ, സപ്പോർട്ട് ചെയ്തല്ലേ. അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞ് അവളിങ്ങനെ വന്നിരുന്നു കേട്ടോ കുറച്ചു നേരം. ഇതാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു. പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ ജി? അതെ. ഈ അടുത്ത ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതാണ്. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം, അത്രേ പറയുള്ളൂ. നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം ഗൈസ്. നമ്മൾ മറൈൻ ഡ്രൈവ് വന്നപ്പോൾ ആരുമില്ല ഇവിടെ. പോലീസുകാരൊക്കെ പൊക്കോ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു, ആട്ടിപ്പയച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എങ്ങോട്ട് പോകും? എങ്ങോട്ടേലൊക്കെ പോവാം കേട്ടോ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ പോലീസ് ആട്ടിപ്പയച്ചു ഗൈസ്. എന്തിനായിരിക്കൂടാ എല്ലാവരും ഇറക്കി വിട്ടേ? എന്നാലും പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കയറിയതും അയാൾ കൈ കാണിച്ചു, പൊക്കോ എന്ന് പറഞ്ഞു. നീ ഇപ്പോൾ കാണിച്ചു. കുഴപ്പമില്ല, എന്തായാലും വേറൊരു സ്ഥലം തേടി നമുക്ക് വീണ്ടും പോകാം. മറൈൻ ഡ്രൈവ് കാണാൻ പറ്റില്ലല്ലേ? കണ്ടതാ, എന്തായാലും രാത്രി കാണാൻ എന്തായിരിക്കും എന്തോ. അത് പോട്ടെ, നമുക്ക് അങ്ങനെ നമ്മൾ എത്ര മണിക്കാണ് ചേച്ചി ഇവിടെ വന്നത്? 12:34 നമ്മൾ കൊച്ചി വന്നിട്ട് ഒറ്റ മനുഷ്യല്ല കൊച്ചിയിൽ അല്ലേ? അപ്പോൾ ഒറ്റ മനുഷ്യല്ല. കുറേ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ ഒറ്റ മനുഷ്യനില്ല. അതുകൊണ്ട് നമ്മുടെ വ്ളോഗ് നൈസായിട്ട് ഇവിടെ വെച്ച് അവസാനിക്കുന്നു.
ഇന്നത്തെ വ്ളോഗ് ഫ്ലോപ്പല്ലേ ശശി? തീർച്ചയായും 100% ഫ്ലോപ്പാണ്. കാരണം ഞങ്ങൾ എവിടെ ചെന്നപ്പോഴും എല്ലാവരും ആട്ടി ഓടിക്കലായിരുന്നു. ഞങ്ങൾ മറ്റേ ക്യൂൻസ്വേൽ ചെന്നപ്പം അവിടെയാണ് ഒരു ആക്സിഡൻറ്റ്. മറൈൻ ഡ്രൈവ് ചെന്നപ്പോൾ അവിടുന്ന് പോലീസുകാർ കയറുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അവിടെ വന്നപ്പോൾ ഒറ്റ മനുഷ്യനും ഇല്ല. നമ്മളിവിടെ ഏതൊരു ഫേമസ് ഹോട്ടലിൻ്റെ അടുത്ത്, അതായത് ഓൾഡ് ഹാർബർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലേക്ക് അടുത്ത ഒരു കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഓഫാക്കടാ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശശി ഒരു ഹായ് പറ ലാസ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇനി ഉണ്ടാവില്ലല്ലോ, നാളെ നീ പോകില്ലേ? ഇനി കുറച്ച് നാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ബൈ ബൈ പറ. ബൈ ബൈ. ബൈ ബൈ ഗായ്സ്.